ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബീഫ് വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത്. ബീഫ് കറിയെന്നോ ബീഫ് പെരളെന്നോ എന്ത് വേണമെങ്കിലും തന്നെ പറയാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ആദ്യം തന്നെ ബീഫ്, ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി നുറുക്കി മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇത്രയും ഐറ്റംസാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അത് നമുക്ക് വഴിയേ പറയാം. ആദ്യം തന്നെ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫിലേക്ക് 1.5 സബോള ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പിടി ചുവന്നുള്ളി നന്നായി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഒരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കുക്കറിലാണ് നമ്മളിത് വിസിലടുപ്പിച്ചെടുക്കുന്നത്. ഇതിനായി ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൈ വെച്ച് നന്നായി തിരുമ്പി യോജിപ്പിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ബീഫിൽ നമ്മൾ ഈ സമയത്ത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു ഐറ്റം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സബോള ചെറുതാക്കി അരിഞ്ഞതും ചുവന്നുള്ളി ചതച്ചതും വേപ്പിലയും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായി 1.5 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായി കരിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മളൊന്ന് വറുത്ത്, അതായത് മൂപ്പിച്ച് മാറ്റി ഒരു മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മിക്സിയുടെ ജാറിൽ പൊടിക്കാൻ വെച്ചതിന് ശേഷം ഒരു പാൻ അടപ്പത്ത് വെച്ച് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ 2 തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. നമ്മുടെ മസാല പൊടിച്ച മിക്സി ജാറിൽ പൊടിച്ചത് കൊണ്ടാണ് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയത്. ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മസാലപ്പൊടി, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് മസാല കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ബീഫ് കറിയിൽ നമ്മൾ നാളികേരക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരക്കൊത്ത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണിത്. നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കണം എന്നുള്ളവർ ഈ സമയത്ത് നമ്മൾ നാളികേരക്കൊത്ത് കൂടെ ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മസാല പൊടിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പെരിഞ്ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് മസാല പൊടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. പിന്നീട് നമുക്ക് പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതില്ല. പെരിഞ്ജീരകം നമ്മൾ ചതച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് വെള്ളം കൂടുതലായിട്ട്, അതായത് ചാറ് കൂടുതലായിട്ട് തോന്നുന്നവർക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. തിക്ക് ഗ്രേവി വേണ്ടവർക്ക് നമുക്കൊന്ന് വറ്റി വരുന്നവർ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആ സമയത്ത് മസാലയോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉള്ളി കാച്ചി കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 2 3 പച്ചമുളക് നെടുകെ കീറി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ ബീഫ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പച്ചമുളക് വാട്ടി ഇതിലേക്ക് ഒഴിക്കുന്നത് ഇതിനൊരു പ്രത്യേക രുചി നൽകുന്നുണ്ട്. നമ്മുടെ ബീഫ് കറി മറ്റ് ബീഫ് കറീനെ വെച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഡിഫറെൻ്റ് ആകുന്നത് ഈ ഒരു, അതായത് നമ്മുടെ പച്ചമുളകും കൂടെ കാച്ചി ഇതിലൊഴിക്കുമ്പോഴാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ബീഫ് പെരളൻ അല്ലെങ്കിൽ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ തൂക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.